മോർഗൻ ഫ്രീമാൻ പറഞ്ഞത് അമേരിക്കക്കാരനാണെന്ന് പറയാൻ നാണക്കേടാകുന്നു എന്നാണ് മോർഗൻ ഫ്രീമാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ഏറ്റവും തരംതാണ പരാമർശം എന്ന് മാത്രമേ ഇതിനെ പറയാനാവുള്ളൂ. നോക്കൂ, രണ്ട് മനുഷ്യർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ നടനോ സംവിധായകനോ ഒന്നും ആകണമെന്നില്ല. രണ്ട് മനുഷ്യനാണല്ലോ അടിസ്ഥാനപരമായി. ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും മനുഷ്യൻ മാത്രമാണ്. അവിടെ രാഷ്ട്രീയക്കാരില്ല, മതനേതാവില്ല, പുരോഹിതനില്ല, മാധ്യമപ്രവർത്തകനില്ല, രാഷ്ട്രീയക്കാരനില്ല, വേറെ ഒന്നുമില്ല, കായിക താരമില്ല, ഒന്നുമില്ല, താരമില്ലല്ലോ. മനുഷ്യനായി തന്നെ നിൽക്കുകയാണല്ലോ. അപ്പോൾ രണ്ട് മനുഷ്യർ അതിക്രൂരമായ രീതിയിൽ അമേരിക്കയിൽ വെച്ച് കൊല്ലപ്പെട്ട് അതിൻ്റെ അമേരിക്കയുടെ രാഷ്ട്രത്തിൻ്റെ ആകെ തലവനായിട്ടുള്ള ഒരു വ്യക്തി പറയുകയാണ്, ഈ വ്യക്തി മരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി മരണപ്പെട്ടിരിക്കുന്നത് തനിക്ക് എതിരായിട്ടുള്ള ഏതോ ഒരു പ്രത്യേകതരം, അതായത് ട്രംപിനെ വിമർശിക്കുക എന്നുള്ള പ്രത്യേക മാനസിക രോഗം ബാധിച്ചാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ്റെ മരണത്തെ അത്രയധികം അധിക്ഷേപിക്കുന്ന ഹീനമായ ഒരു പരാമർശം ഈ ലോകത്തുണ്ടായിട്ടുണ്ട്, സമീപകാലത്ത് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്രയധികം ഹീനമായ പരാമർശമാണ് ഉണ്ടാകുന്നത്. സനീഷ്, നമ്മൾ ഈ പൊതുവിൽ പറയുമല്ലോ, നമ്മുടെ രാഷ്ട്രീയ ധാരകളെ ലെഫ്റ്റ് റൈറ്റ്, അതായത് ഇടത് വലത്, മധ്യ ഇടത് അല്ലെങ്കിൽ സെൻട്രൽ ലെഫ്റ്റ് എന്നീ നിലപാടുകളെല്ലാം എടുക്കുമല്ലോ. നമുക്ക് ലോകത്തിൽ എല്ലായിടത്തും അങ്ങനെയാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്നത്. ഇവിടെ ഒരു ഇടത് എന്ന് പറയാൻ പറ്റില്ല അമേരിക്കയിലെ ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ. പക്ഷേ അപ്പോൾ ഒരു ഇടതു സ്വഭാവം പൊതുവിലുള്ള അമേരിക്കയിലെ ഇടതു സ്വഭാവം, നമ്മളിപ്പോൾ ഗോവിന്ദ മാഷിൻ്റെ ഭാഷയിൽ പറയേണ്ട ഒരു അമേരിക്കയിലെ ഇടതു സ്വഭാവം എന്താണെന്നുള്ളത് നമ്മൾ മംദാനിയുടെ കാര്യത്തിലൊക്കെ കുറേ പറഞ്ഞതാണ്. ഒരു ക്യാപിറ്റലിസ്റ്റിക് കൺട്രിയിൽ ഒരു ഇടതു സ്വഭാവത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് വളരെ പരിമിതിയുണ്ട്. പക്ഷേ അതിനുള്ളിലുള്ള ഇടതു സ്വഭാവം വെച്ച് പുലർത്തുക എന്ന് ലളിതമായി പറയാം. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ ധാരണയാണ് ഡെമോക്രാറ്റിക്കുകൾ എന്ന് പറയുന്നത്. റിപ്പബ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ തീവ്ര വലതാണത്, എക്സ്ട്രീം റൈറ്റ് ആണ്. അപ്പോൾ അങ്ങനെ എക്സ്ട്രീം റൈറ്റിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്, അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്.